മഞ്ഞുമ്മൽ ബോയ്സിന് വീണ്ടും ചരിത്ര നേട്ടം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സിന് വീണ്ടും ചരിത്ര നേട്ടം. അങ്ങനെ ഇത് ശരിക്കും സീൻ മാറ്റിയ സിനിമയായി മാറി. സുഷിൻ ശ്യാമിന്റെ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ 100 എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തെന്നിന്ത്യയൊട്ടാകെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം. ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന മലയാള ചിത്രം കൂടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ്. ഫെബ്രുവരി 22 റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും നിരവധി കേന്ദ്രങ്ങളിൽ ഹൗസ്ഫുൾ ഷോകളുമായി മുന്നേറുന്നു എന്ന് കേൾക്കുമ്പോൾ, അതും ഏപ്രിൽ മാസത്തിലാണെന്ന് കൂടി കേൾക്കുമ്പോൾ അതത്ര നിസ്സാരമായിട്ടൊരു കാര്യമായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. ഏതായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഘടകം തന്നെയാണ് ഈ ഒരു കാര്യം. 200 കോടി നേട്ടത്തിന് പുറമെ ഇപ്പോൾ ഇതാ പുതിയൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം. എല്ലാ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും 10 കോടിയിലധികം കളക്ഷൻ സ്വന്തമാക്കുന്ന ആദ്യ മലയാള ചിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മഞ്ഞുമ്മൽ ബോയ്സ്. തമിഴിൽ നിന്നും രജനികാന്ത് ചിത്രം എന്തിരൻ, കന്നഡയിൽ നിന്ന് KGF Part 2, തെലുങ്കിൽ നിന്ന് SS രാജമൗലിയുടെ ബാഹുബലി Part 1 എന്നീ ചിത്രങ്ങളാണ് ഇതിനു മുമ്പ് മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടി 10 കോടി നേട്ടം ഓരോ സംസ്ഥാനത്തും നേടിയെടുത്ത ചിത്രങ്ങൾ. 2006 എറണാകുളത്തെ മഞ്ഞുമ്മൽ എന്ന പ്രദേശത്ത് നിന്ന് 11 യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിലൊരാൾ ഗുണ കേവ്സിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമൊക്കെയാണ് സിനിമയുടെ പ്രമേയം. സൗഹൃദത്തിന്റെ ആഴങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു വെച്ച മനോഹരമായൊരു മ്യൂസിക്കൽ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന, തിയേറ്ററിൽ കൈയടിക്കാൻ സീറ്റഡ് ആയി നിർത്തുന്ന ഒരു സിനിമ. അത് അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സർവൈവൽ ത്രില്ലറുകളെല്ലാം തന്നെ കവച്ചു വയ്ക്കുന്ന മേക്കിംഗ് ആണ് മഞ്ഞുമ്മലിലൂടെ ചിദംബരം കാഴ്ചവെച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കലാസംവിധാനം തന്നെ എടുത്തു പറയേണ്ടതാണ്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൾ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. പറവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും ഗംഭീരമായിട്ടുള്ള വിജയമാണ് ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതുവരെ 240 കോടിക്കടുത്ത് ചിത്രം നേടിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇനിയും ചിത്രത്തിന്റെ ഓട്ടം തുടരുകയാണ്. ഇവിടെ തൃശ്ശൂരിൽ തന്നെ, തൃശ്ശൂർ ജോസിൽ ഈ ചിത്രത്തിന് ഇപ്പോഴും ഷോകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നില്ലേ? ഇപ്പോഴും 1-2 ഷോ ചിത്രത്തിന് വേണ്ടി ഉണ്ട് എന്നുള്ളത് ആ ചിത്രത്തിന്റെ നേട്ടം തന്നെയാണ്. മാത്രമല്ല പല മൾട്ടിപ്ലക്സുകളിലും അതുപോലെ തന്നെ PVRകളിലെല്ലാം തന്നെ 1 ഷോയോ 2 ഷോയോ ചിത്രത്തിന് വേണ്ടി ഉണ്ട് എന്നുള്ളതും ചിത്രത്തിന് ഡിമാൻഡ് ഉണ്ട് എന്നതിന്റെ സൂചനയാണ്. ഇതുവരെ OTTക്ക് ചിത്രം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ചിത്രം നേടിയെടുക്കും. 250 കോടി നേടുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിമറിച്ച ചിത്രമായി മാറുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.